കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. കസ്റ്റഡി ലഭിച്ചാൽ പ്രതി അബ്ദുൽ സനൂപുമായി പാലക്കാട്, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ തെളിവെടുപ്പുണ്ടാകും. ദീപക് തരമടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഏറെ വിവാദമായ കൊലപാതകമായിരുന്നു നഗരഹൃദയത്തിലെ ലോഡ്ജ് മുറിയിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഒരു ആൺ സുഹൃത്താണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയത്. പക്ഷേ ആൺ സുഹൃത്ത് വളരെ വിദഗ്ധമായി മുങ്ങി ആദ്യം ബാംഗ്ലൂരിലേക്ക് പോകുന്നു, ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നു. വേഷപ്രച്ഛന്നായി താടിയും മുടിയൊക്കെ മാറ്റിയിട്ട്, പക്ഷേ കേരള പോലീസ് കൃത്യമായ സൈബർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. ആ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് സമർപ്പിക്കുക. CJM 4-ലാണ് സമർപ്പിക്കുന്നത്. ഇയാളെ പാലക്കാടും ചിലപ്പോൾ ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ക്ഷമിക്കണം. ഈ ചെന്നൈയിലെ തെളിവെടുപ്പിലൂടെയാണ് ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംരക്ഷണം നൽകിയവർ മറ്റുള്ളവരെ കൂടി പ്രതിയേർക്കണമോ വേണ്ട കാര്യം തീരുമാനിക്കുക. മറ്റൊന്ന്, ഈ കേസിൽ മുൻവൈരാഗ്യമാണ് കൊലപാതക കാരണം. കാരണം ഈ യുവതി നേരത്തെ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു, പിന്നീട് പീഡന പരാതി നൽകി. ആ പീഡന പരാതിയിൽ ജയിലിൽ കിടന്നിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി, കാരണം ഈ കേസിലെ ഒരു വിചിത്ര സ്വഭാവം, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് ഈ യുവതിയും സുഹൃത്തും വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു. അതായത് ശത്രുക്കൾ സുഹൃത്തുക്കളായി മാറുന്നു. അങ്ങനെ കോഴിക്കോട്ടെ ലോഡ്ജ് മുറിയിലേക്ക് എത്തുന്നു. ലോഡ്ജ് മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നു. പിറ്റേത്തെ ദിവസം കൊലപ്പെടുത്തുന്നു. അതായത് വളരെ വിചിത്രമായ ഒരു കൊലപാതക കേസ് കൂടിയാണ് SKN ഇത്. ആ കേസിലെ ചുരുളഴിയാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി, ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് 2 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുന്നത്. SKN.